നമ്മുടെ ജാതകത്തിലെ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ ബുധൻ മേടത്തിൽ നിന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഗ്രഹനില നോക്കണം, അവിടെ മേടത്തിലാണോ ബുധനെന്ന് നോക്കണം, എന്നിട്ടാണ് ഈ ഫലങ്ങൾ കേൾക്കേണ്ടത്. അപ്പോൾ ബുധൻ്റെ കാരകത്വങ്ങളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോണം. അതുപോലെ മേടത്തിൻ്റെ സ്വഭാവവിശേഷതകൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. മേടത്തിൻ്റെ അധിപൻ കുജനാണ്, കുജനും ബുധനും കൂടെ ശത്രുക്കളാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം. ബുധൻ കണക്കൂട്ടലുകളുടെ ഗ്രഹമാണ്, ബുദ്ധിയുടെ ഗ്രഹമാണ്, ചിന്താശക്തിയുടെ ഗ്രഹമാണ്, അതുപോലെ വിദ്യയുടെയൊക്കെ ഗ്രഹമാണ്. അത് നമ്മൾ ഓർക്കണം. അതുപോലെ നമ്മുടെ സംഭാഷണം, ഇതെല്ലാം ബുധനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിനെ നിയന്ത്രിക്കുന്നതിലും ഒരു ഘടകം, അതായത് നേഴ്സിൻ്റെ കാരകത്വം കൂടി ബുധന് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ നിയന്ത്രണത്തിലും ബുധന് സ്വാധീനമുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ പ്രഡിക്ഷനൊക്കെ ഇടുമ്പോൾ ഒന്ന് നോക്കിക്കോണം. ആ പ്രഡിക്ഷനകത്ത് ഇപ്പോൾ പറയുന്ന കണക്കല്ലേ ഈ ബുധൻ്റെ ഇത് വരുന്നുടനെ ആ രാഹുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുടനെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രഡിക്ഷൻ വീഡിയോകളും കൂടെ ഒന്ന് നോക്കിക്കോണം ഇടയ്ക്കിടയ്ക്ക്. കൂടുതൽ പേർക്ക് നല്ല ശബ്ദമാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ഒരു ആകർഷണീയമായ ശബ്ദം, അതുപോലെ നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആർട്ടിലൊക്കെ നല്ല കഴിവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരിക്കും, അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളില്ലേ അതിനുമുള്ള കഴിവുണ്ടായിരിക്കും. പ്രസംഗിക്കാനൊക്കെ നല്ല കഴിവുണ്ടായിരിക്കും കൂടുതൽ പേർക്കും. ചിലർക്ക് എല്ലാതെയും കണ്ടിട്ടുണ്ട്, എന്നാലും കൂടുതൽ പേർക്കും അതിനുള്ള കഴിവുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഈ പാരമ്പര്യം അനുസരിച്ചായിരിക്കും ഇതെല്ലാം ഉണ്ടാവുക. അതായത് കലയിലുള്ള താല്പര്യമായാലും അതിൻ്റെ വികസനമായാലും എല്ലാം പാരമ്പര്യമായിട്ട് കൂടി നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ നല്ല തമാശയൊക്കെ പറയുന്നവരായിരിക്കും, നല്ല ബുദ്ധിയുള്ളവരായിരിക്കും. ഇവർക്ക് നല്ല നല്ല നൂതന ആശയങ്ങളൊക്കെ കാണും. അതിനുള്ള ആശയങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാനുള്ള കഴിവ് കൂടി ഉണ്ടായിരിക്കും. ഷാർപ്പ് ബുദ്ധിയായിരിക്കും ഇവർക്ക്. പിന്നെ തർക്കങ്ങളിലൊക്കെ ഇവർക്ക് നല്ല ജയിക്കാൻ നല്ല കഴിവായിരിക്കും. ഇവർക്ക് ആ കറക്റ്റ് പോയിന്റ് ഇങ്ങനെ മുന്നോട്ട് വെച്ചിട്ട് തർക്കിക്കും. അപ്പോൾ നമുക്ക് അവരെ അങ്ങനെ ഖണ്ഡിക്കാൻ പറ്റുകയില്ല. അവർക്ക് ഒരു പ്രത്യേക ഒരു കഴിവാണ് അവർക്ക് ഇതിലുള്ളത്. ചെറിയ ഒരു ചതി അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു രഹസ്യമായിട്ടൊക്കെ കാര്യങ്ങൾ നീക്കുന്ന അങ്ങനെ ഒരു ഇതും കാണും. പിന്നെ മറ്റു ചിലർക്കാണെങ്കിൽ നേരെ വാ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് കാണാം. അതുപോലെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണും. പിന്നെ ഇവർ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങളാകാനുമുള്ള സാധ്യതയുണ്ട്. അത് 2-3 വട്ടം ചിന്തിച്ചു വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ. പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് പെട്ടെന്ന് അത് തന്നെയാണ് ശരിയെന്ന് അങ്ങ് ഉറച്ചു വിശ്വസിച്ച് അതിലങ്ങ് നിലനിൽക്കുന്നവരായിരിക്കും ഇവർ. അതുപോലെ തന്നെയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാനുള്ള കഴിവ് ഇവർക്ക് കാണും. ക്ഷമ കുറവായിരിക്കും. എന്ത് കാര്യമായാലും എളുപ്പം തന്നെ അവസാനിപ്പിക്കണം, അങ്ങനെ ഒരു ചിന്തയായിരിക്കും അവർക്ക്. അതുപോലെ ഡ്രൈവിങ്ങിലൊക്കെ ഇവർ ഒത്തിരി വേഗത്തിൽ ഡ്രൈവ് ചെയ്യാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇവർ ഒത്തിരി അവരുടെ ഗമയൊക്കെ ഒരുപാട് അങ്ങനെയൊന്നും ഗമയൊന്നും പറയുന്നവരായിരിക്കത്തില്ല. പിന്നെ ചിലരാണെങ്കിൽ വർക്ക് ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ട് പോയിക്കും. ചില വർക്കുകളൊക്കെ ഇവരങ്ങനെ നീട്ടി അങ്ങ് വെക്കുകയും ചെയ്യും. അതായത് അവസാന നിമിഷത്തിലായിരിക്കും ഇവർ വർക്ക് എളുപ്പം ചെയ്ത് വെച്ചങ്ങ് തീർക്കുന്നത്. അല്ലാതെ ആദ്യമേ അങ്ങനെ ചെയ്ത് വെക്കുക അങ്ങനെ ഒരു കാര്യം ഇവർക്ക് കാണത്തില്ല. കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കും. ഇവർക്ക് ക്ഷമയില്ലാത്തത് വലിയൊരു പ്രശ്നമാണ്, അതൊന്ന് പരിശീലിക്കണം. പിന്നെ മറ്റ് അവിഹിതങ്ങളൊക്കെ ചാടാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അങ്ങ് ഒഴിവാക്കണം. പിന്നെ ചഞ്ചല ചിത്തരായിരിക്കും. ഇപ്പോൾ ഒരു കാര്യം പറയാമെങ്കിൽ പിന്നെ അടുത്ത നിമിഷം തന്നെ ആ വാക്കൊക്കെ മാറ്റിയിട്ട് വേറെന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. അങ്ങനെ ചഞ്ചല ചിത്തത്വം കാണും. അനാവശ്യ കാര്യങ്ങളിൽ കൂടുതൽ ചിന്തിച്ച് അങ്ങനെയുള്ള ഒരു മാനസികമായിട്ടുള്ള അസ്വസ്ഥത വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഏത് ഗ്രഹമാണ് ഇതിനെ വീക്ഷിക്കുന്നത് അതിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുമേ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം വേറൊരു ഗ്രഹമുണ്ടെങ്കിലും വ്യത്യാസം വരും. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. മറ്റുള്ളവരൊക്കെ നമ്മൾ എടുത്തടിച്ചങ്ങ് പറയുന്നുടനെ അപ്പൊ അവരിൽ അത് എന്തൊക്കെയാണ് അവരിൽ സ്വാധീനം ചെയ്യുന്നത്, അതായത് അവർക്കത് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അവർക്കത് മനോവിഷമം ഉണ്ടാക്കുമോ എന്നൊക്കെ കൂടി ചിന്തിച്ചേച്ച് വേണം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയണം. നമ്മുടെ ദേഷ്യം മറ്റുള്ളവരുടെ മുഖത്ത് അത് കാണിക്കരുത്. ആ ഒരു സ്വഭാവം അങ്ങ് മാറ്റാൻ ശ്രമിക്കണം. മറ്റുള്ളവരെ നയിക്കാനുള്ള ഒരു കഴിവർക്ക് കാണും. അതുപോലെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതിൽ ഇവർക്ക് ഒരു പേടിയും കാണത്തില്ല. അങ്ങനെ പഠിക്കുന്ന പുതിയ കാര്യങ്ങൾ പഠിക്കാനായാലും പുതിയ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായാലും ഇവർക്കൊരു പ്രത്യേക കഴിവ് കാണും. ഇവർ പെട്ടെന്ന് ചിന്തിക്കാൻ കഴിവുള്ളവരാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതും ചിലപ്പോൾ അത്ര നല്ലതായിരിക്കും. അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ തീരുമാനങ്ങൾ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ചിന്തിച്ച് മാത്രം തീരുമാനം എടുക്കണമെന്ന്
ഉറപ്പിക്കണം. നമ്മളിവരെ ചോദ്യം ചെയ്താലേ ഏത് വിധേന ഇവരതിനെ എതിർത്ത് നിൽക്കും. അത് ഭയങ്കര ശക്തമായിട്ട് തന്നെ എതിർത്ത് നിൽക്കും. അതുപോലെ തന്നെയാണെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഐഡിയാസ് ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും ബ്ലണ്ടർ ഐഡിയാസാണ്. പക്ഷേ ഇവരതിൽ തന്നെ പിടിച്ചു തൂങ്ങി ഇങ്ങനെ നിൽക്കും. അത് തന്നെയാണ് കറക്റ്റ് എന്നും പറഞ്ഞ് അതൊരു ഇവരുടെ മറ്റൊരു വീക്ക്നെസ് ആണ്. സത്യസന്ധമായിട്ട് എന്തും തുറന്നു പറയാൻ ഇവർക്ക് ഒരു മടിയും കാണത്തില്ല. അതുപോലെ ഇവർ നാണിച്ച് പുറകോട്ട് മാറി നിൽക്കത്തില്ല. എല്ലാം മുന്നോട്ട് തന്നെ വന്ന് പറയുന്നവരായിരിക്കും. വക്രഗതിയിലുള്ള ബുധനാണെങ്കിൽ ഈ നമ്മൾ പറയുന്നതെല്ലാം മാറിപ്പോകുമേ ചിലപ്പോൾ ഓപ്പോസിറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതെപ്പോഴും ഓർക്കണം. എല്ലാവരും സമന്മാരായിട്ട് കാണുന്നവരായിരിക്കണമെന്നില്ല. അതായത് ഇച്ചിരി സമൂഹത്തിൽ ഇച്ചിരി ഒരു സ്റ്റാറ്റസ് ഒക്കെ ഉള്ളവരോട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇച്ചിരി പണവും അങ്ങനെയൊക്കെ ഉള്ളവരോട് പെരുമാറുന്നതായിരിക്കും ഇവർക്ക് താല്പര്യം കൂടുതൽ. പണം ഉണ്ടെന്ന് പറഞ്ഞ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ നല്ല കൾച്ചർ ഉണ്ടെന്നൊന്നും അല്ലേ പറഞ്ഞത്, ഒന്ന് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള പാപബന്ധം വരിക, അല്ലെങ്കിൽ ചാരപ്പിള്ള നല്ലതാകാതിരിക്കുക, അല്ലെങ്കിൽ ദശാകാലം നല്ലതാകാതിരിക്കുക, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ഒരു കഴിവേ കാണത്തില്ല. പഠിത്തത്തിൽ വളരെയധികം പിന്നോട്ട് പോകും. കൂടുതൽ സമയം കുടുംബത്തോട് ചെലവഴിക്കുന്നതിൽ ഇവർ താല്പര്യം കാണുന്നതിന് അതിനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരും. ഇതൊരു അഗ്നി രാശിയല്ലേ, കുജന്റെ മൂല ത്രികോണ രാശിയുമാണ്. അപ്പോൾ എന്ത് സംഭവിക്കുക പറഞ്ഞാൽ ഇവർ ഒരുപാട് തിന്നും, പക്ഷെ അതൊന്നും ശരീരത്ത് കാണത്തുമില്ല. ആ ഒരു മെലിഞ്ഞ് തന്നെ ഇരിക്കും. വളരെ അധ്വാനിച്ച് തന്നെ ഇവർ ധനസമ്പാദന നടത്തും. അതുപോലെയാണെങ്കിൽ ഇവർക്ക് നല്ല വസ്തുവകളൊക്കെ കാണുകയും ചെയ്യും. പക്ഷെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള വലിയൊരു ചാൻസ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴികൾ തേടുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ നഷ്ടം സംഭവിക്കത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ജ്യോതിഷം പഠിക്കുന്നത്, എപ്പോഴും പറയുന്നതാണ്. ഒരു അഗ്നിരാശിയാണ്, കുജന്റെ രാശിയാണ്. കുജൻ ബുധന്റെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ തൊലിപ്പുറത്തൊക്കെ നല്ല ഈ റാഷസ് പോലെ വരാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൊച്ചിലെയാണെങ്കിൽ ഈ ചൊറി, ചിരങ്ങ് അങ്ങനെയൊക്കെ വരാനും, വലുതാകുമ്പോൾ പോക്സ് പോലെയുള്ള അസുഖങ്ങളിലെ അതൊക്കെ വരാനുമുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പെട്ടെന്ന് മുറുകണ്ടെന്നൊക്കെ പറയത്തില്ല, അതുപോലെ വളരെ കഠിനമായിട്ട് സംസാരിക്കാൻ ഇവർ മടിയൊന്നും കാണിക്കുകയില്ല. കടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞില്ല. അത് 6ാം സ്ഥാനാധിപതി ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ബുധൻ കാലപുരുഷാരത്തിൽ 6ാം സ്ഥാനാധിപതിയല്ലേ, അത് ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ടൊക്കെയാണ്. ലഗ്നത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നം വരത്തില്ല. അതുപോലെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ നമ്മൾ നോക്കണം ലഗ്നത്തിലാണെന്ന്. ഏത് ഭാവത്തിൽ നിൽക്കുന്നു അതിനനുസരിച്ച് ഈ ഫലങ്ങളിലെല്ലാം വ്യത്യാസം വരും. എങ്കിലും ഇവർ വയസ്സിനേക്കാളും കൂടുതൽ ചെറുപ്പമായിട്ടായിരിക്കും കാണപ്പെടുക. ഒത്തിരി ചെറുപ്പം കാണും ഇവർക്ക്. ഇന്നാളിലെയാണ് ഈ രോഗങ്ങളിൽ എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ ഇവർ തർക്കത്തിലേർപ്പെട്ട് എത്ര കഠിനമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ യാതൊരു മടിയും കാണത്തില്ല. മറ്റുള്ളവരെ മനസ്സിനെ അത് വേദനിപ്പിക്കുന്നൊന്നും ഇവർ ചിന്തിക്കാറില്ല. മാജിക്കൊക്കെ വലിയ താല്പര്യം കാണും. ആ മാജിക്ക് പഠിച്ചെടുക്കണമെന്നൊക്കെ ഇവർ വിചാരിക്കും. പക്ഷേ അതിന് സമയം ചിലവഴിക്കാൻ അതിനൊക്കെ അങ്ങ് മടിയായിരിക്കും ഇവർക്ക്. മടി ഒരു വലിയ പ്രോബ്ലമാണ്. അതുപോലെ തന്നെ മറ്റുള്ള കളറുകളും ഒക്കെ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ച് നോക്കണം. മിക്സിങ് ചെയ്തിട്ട് ശ്രമിക്കാൻ, അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരേ സാഹചര്യത്തിൽ പല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണും. അതായത് ഒരു തീരുമാനം എടുത്തിട്ട് അത് ഇവർക്ക് തന്നെ തൃപ്തിയാവുന്നില്ലെങ്കിൽ വേറെ തീരുമാനത്തിലും അതേ സാഹചര്യങ്ങളിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞാലും മറ്റുള്ളവർക്ക് അത് പുതുമയായിട്ടേ തോന്നുകയുള്ളൂ. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് മറ്റുള്ളവർ ഇവരെ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്തുടരുകയും ചെയ്യുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും വലിയ തടസ്സമൊക്കെ തോന്നുകയാണെങ്കിൽ അതിനുള്ള അടുത്തുള്ള അമ്പലത്തിൽ പോയി അതിനുള്ള വഴിപാടുകളൊക്കെ കഴിച്ചാൽ മതി. ഇപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ദേഷ്യം പെട്ടെന്ന് വരുന്ന സ്വഭാവക്കാരായതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കണം. അതുപോലെ കുഞ്ഞുങ്ങളെ കൈമാറ്റം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഒത്തിരി ബുദ്ധിമാന്മാരോടൊക്കെ ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സൂക്ഷിച്ചു കൊള്ളണേ. അതുകൊണ്ട് തന്നെ ഇവരോട് ഇടപെടുമ്പോൾ ഇവരുടെ പോസിറ്റീവ് സൈഡുകൾ മാത്രം നമ്മൾ പിന്തുടരാൻ ശ്രമിക്കുക. നെഗറ്റീവ് സൈഡുകൾ കഴിയുന്നതും ഒഴിവാക്കുക. കാഴ്ചയിൽ ഒരു പ്രായത്തിനേക്കാളും ഒരുപാട് ചെറുപ്പമായിട്ട് തോന്നും. അത് മിക്കവരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓ നമഃ ശിവായ.